എന്നില്ലേ നിങ്ങൾ ഇന്നത്തെ തീം ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ്. അതായത് യെല്ലോ ബ്ലാക്ക് തീമിലാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ, കല്യാണത്തിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ അൺപ്ലാൻ ചെയ്തത് ഓൾറെഡി എല്ലാവരും കളിച്ചൊരു തീമാണെങ്കിൽ പോലും നമുക്കിത് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എന്താ വെച്ചാൽ കുറച്ച് കാലത്തിന് ശേഷം വരുന്നൊരു കല്യാണമാണ്. വന്നത് സ്കൂട്ടറിലാണെന്നുണ്ടെങ്കിലും പിന്നെ കയറിയത് ബസ്സിലാണ്. ഗായ്സ്, എന്ത് ബ്ലോക്കാണിത്! ഈ കാലിക്കറ്റില് എന്താ പറയാ, ഒരു സമയം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശോകമാണ്. അവിടെ ഇരുന്നു എനിക്ക് അങ്ങനെ പ്രാന്താവും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. ഇത് മാനാഞ്ചിറ സൈഡിലുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ബ്ലോക്ക് കഴിഞ്ഞ് അങ്ങോട്ട് കഴിച്ചിലായി. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് കഴിച്ചിലായി. എൻ്റെ ഒരു മിറർ സെൽഫി ഒക്കെ എടുത്ത് ഞാൻ എന്തിനാണ് വെറുതെ ഒഴിവാക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് മാനാഞ്ചിറ കഴിഞ്ഞ് CH ബ്രിഡ്ജ്, അതായത് KSRTC ആ ഭാഗത്തെപ്പോ വീണ്ടും തുടങ്ങിയ ബ്ലോക്ക്. പാരഗൺ ആ സ്മെല്ലൊക്കെ അടിച്ച് അങ്ങനെ പോവാണ്. എന്റെ എപ്പോഴത്തെ ഡൗട്ട്, ഈ ഷിബു ആരേ? ഈ ഷിബു ചേട്ടൻ ആരാ? പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ഇനി പാരഗൺ ചേട്ടന്റെ ആരെങ്കിലും ആണോ ഷിബു? നിങ്ങൾക്ക് അറിയുന്നുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ അറിയാത്തവര് കുറവായിരിക്കും. പിന്നെ മെഡിക്കൽ കോളേജും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലും കാണാത്ത ആളുകൾ കുറവാണ്. ഈ ചേട്ടന്റെ മുടി കണ്ടോ? മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ എന്ത് പണിയായിരിക്കും. ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ എന്നെ കണ്ടപ്പോ പിന്നെ ഒരു മിറർ സെൽഫി ഒക്കെ എടുത്തു, വീടൊക്കെ കണ്ടു. എന്റെ ഡ്രസ് ഒന്ന് ഷോ ഓഫ് ചെയ്യാണ്, വേറൊന്നുമല്ല. ഞാന് അടിച്ചതാണ്, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പൊ അതൊന്ന് കാണിക്കാണ്ട് പിന്നെ ഞാന് ഷയാന് സന ഒക്കെ കൂടി ഒരു മിറർ സെൽഫി, നല്ലൊരു മിറർ ഉണ്ട് ഫുൾ ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. വീടിന്റെ ഇന്റീരിയർ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. കല്യാണ ചെറുക്കന്റെ ഐഡിയ ആണ്, ആളൊരു ഇന്റീരിയർ ഡിസൈനർ ആണ്. സന ഇങ്ങനെ ഓരോ വീഡിയോസിനനുസരിച്ച് പോകുന്നുണ്ട്. എങ്ങനെ വീഡിയോസ് ചെയ്യാം, ഏത് ലെവലിൽ നമുക്ക് എടുക്കുന്ന ട്യൂട്ടോറിയൽ പോലെ പറഞ്ഞു തരാണ്ട്. ഇത് ആളുടെ അനിയത്തിയാണ് സാനി. ഒരു ഹൈഫൈ ചില്ലിങ് മൂഡാണ്. ഇത് ഗ്രാൻഡ്മ. ഞാൻ എന്ത് പരിപാടിയാന്ന് ചോദിക്കുമ്പോ പറയാണ് എന്റെ മോന്റെ പരിപാടിയാണെന്ന്. ഇത് ഷെർഹാന്, നമ്മളെ കസിൻസിലെ ഒരാളാണ്, കുറച്ച് സൈലന്റ് ആണ്. പിന്നെ ഷെയാന് നൈറ്റിലേക്കുള്ളത് ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. ആൾ തുള്ളി അങ്ങനെ നടക്കുന്നുണ്ട്. അതൊരു ചില്ലുംപൊളി വൈബ് വേറെ തന്നെയാണ്. ഒരു സ്നാക്ക് കഴിച്ചു. പിന്നെ നമ്മള് ബലൂണ്, ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ടുള്ള ബലൂണ് നമ്മൾ സെറ്റാക്കി വെച്ചിരുന്ന. നല്ല സ്ട്രെസ് ഉണ്ട് എന്നെ അത് വീർപ്പിക്കുമ്പോൾ തന്നെ. പിന്നെ നൈറ്റ് വ്യൂ ആണ്, നല്ല ലൈറ്റൊക്കെ വന്നിട്ട് ഒരു വേറെ തന്നെ വൈബായിരുന്നു കേട്ടോ. എല്ലാരും കൂടിയപ്പോ പിന്നെ നമ്മളങ്ങോട്ട് പണി തുടങ്ങി. ഗ്രൂം ടു ബീന്റെ കുറെ ഡെക്കറേഷൻസും കാര്യങ്ങളും, കേക്കും ബലൂണ് സെറ്റ് ചെയ്യലും. ഡബിൾ ടാപ്പ് നമ്മളെ കയ്യിൽ വാങ്ങിയത് ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയി. അപ്പൊ നമ്മള് ബലൂണൊന്നും സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നിൽക്കണില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു. നല്ലൊരു കളർ തീമില് നമ്മൾ ഈ ഒരു തീമാണ് നമ്മളെ ഡ്രസ്സിന് ഇതാക്കിയത്. ഇതെല്ലാവരും കസിൻസിന്റെ വൈഫാണ്. എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി ഇത്രയും അടിപൊളിയാക്കാൻ കാരണം. സോ എല്ലാരും വന്നു, എല്ലാരും ഇതിൽ ഇടപെട്ടു. അടിപൊളി, നല്ല ഒരു രസം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓരോ പരിപാടികൾ വന്നു പോകുന്നുണ്ട് എന്നല്ലാണ്ട് ഇത്ര അടിപൊളിയാക്കാനുള്ള പ്ലാൻ ചെയ്തത് അപ്പോഴാണ്. പിന്നെ ഇടയ്ക്ക് ഒരു മിറർ സെൽഫി എടുത്തു. എന്താണ് ലുക്ക്, വേർത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എത്തിക്കുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടാൻ വേണ്ടി വന്നതായിരുന്നു. ബ്ലഷ് ഒക്കെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ കേക്ക്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മളെ കസിൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കേക്കാണ്. ഹെവൻലി എന്നൊരു കേക്ക്, അങ്ങനെയാണ് ഇതാക്കിയത്. പിന്നെ ഗ്രൂമിന്റെ എൻട്രി, ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്ന് ഗ്രൂമിനെ എൻട്രി ചെയ്ത്. ആളൊരു ചില്ലുംപോലെയാണ്. ആള് എന്താ പറയാ, ഇൻട്രോവേർട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നല്ല. അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ആളെന്നെ ഒറ്റക്കുന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആള് വിചാരിച്ച് ഈ ഒരു പരിപാടിയിൽ അങ്ങോട്ട് കഴിഞ്ഞു പോയി, ഈ ഒരു സംഭവം ചെറുതായി പോയോന്ന്. അപ്പോഴാണ് അറബികളുടെ എൻട്രി. ദിസ് ഇസ് സോ പവർഫുൾ. അവരുടെ ഫ്രണ്ട്സ് ആണ്, വേറെ തന്നെ ടീമാണ്. എന്താണ് അവർ വന്നപ്പോ ഫുൾ എനർജി ഓണായി. അവരുടെ ഇമോഷണൽ ആ ഒരു സീനും ഭയങ്കര ആ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അവര് സ്നേഹം പ്രകടിപ്പിക്കലും നമ്മളത് കണ്ട് ചിരിക്കലും കൂക്കുവിളിയും ഒക്കെ കൂടി ആയിട്ട് പിന്നെ ഡാൻസ്, പാട്ട്, അങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങി. പിന്നെ ബാൻഡടി. ഇത് ഇവരുടെ ടീം സെറ്റാക്കിയതാണ്. നമ്മൾ ഇതൊന്നും സെറ്റാക്കിയില്ല, അവരവരുടെ ഫ്രണ്ട്സുകളെ സെറ്റാക്കി. ഇത് ആളുടെ ഇളയ അനിയനാണ്. പിന്നെ ഇത് സാനി നേരത്തെ കാണിച്ചെന്ന് തന്നെ ഞാൻ എന്റെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ എടുത്ത് ഷൂട്ട് ചെയ്തു. പിന്നെ അവര് ഡാൻസ്, പാട്ട്. ഇത് ആളുടെ സെക്കൻഡ് ബ്രദർ ആണ്. ഹീസ് ഫ്രം ദുബായ്. കുറെ കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. ഏട്ടന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആളുടെ മുഖത്ത് നല്ലോണം ഉണ്ട്. അധികം പരിപാടികൾക്കൊന്നും ഇവിടെ കൂടാറില്ല. പിന്നെ ഈ ബാൻഡടിക്കാര്
മക്കളെ പുകഴ്ത്തി പറയല്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു 1.5 മണി അവര് തുടർച്ചയായിട്ട് ബാൻഡ് കൊട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ചെവിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിലെത്തിക്കണം. കേട്ട് 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 ചെവി വേദന, നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഇവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡാൻസ് പാട്ട്, വേറെ മൂഡായി. അപ്പം തന്നെ നമുക്ക് എന്തായി, ഒന്ന് കളിക്കണം, ഇറങ്ങണം എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്തി. ഇവരെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പക്ഷെ ഇവര് നിർത്തുന്നില്ല, സ്റ്റേജ് പൊളിച്ചടക്കുന്നുള്ള ലെവലിൽ തന്നെയാണ്. കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ പഠിച്ചെടുത്തുള്ളതും അല്ലാണ്ടുള്ള കമ്പനിക്കാരൊക്കെ കൂടിയാണ്. പക്ഷെ ഇവര് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ കളറായി. പിന്നെ ഡാൻസ് തുടങ്ങി, ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇവരെന്നെ ഇവര് ഈ അറബികൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെന്തായി, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ആളുടെ അതുപോലെ തന്നെ ഇറങ്ങി. എല്ലാരും കൂടി ആയപ്പോ ഒരു ജഗബൊക്കെ വേറെ ഫീല്, എന്താ പറയാ, വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് തന്നെ പറയണം. കുറെ കാലത്തിന് ശേഷമുള്ള ഒരു കല്യാണം ആയതുകൊണ്ടാന്നറിയില്ല ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവാന് കാരണം. എല്ലാരും ഹാപ്പി ആയിരുന്നു. എല്ലാരും വിചാരിച്ചതിനേക്കാളും അടിപൊളി ആയതിന്റെ ഒരു സന്തോഷം. അതായത് നമ്മൾ കല്യാണത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ, ഒരു 4-5 ഡേയ്സിന്റെ കല്യാണമാണ്. അതിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഇത്രയും അടിപൊളിയാക്കുന്ന നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല. അത്ര അന്ന് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണേനു. രാവിലെയൊക്കെ എണീച്ചു പോകുമ്പോൾ ഒന്നിനും കഴിയാത്ത പോലെ, ഒരു ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും തമ്മിൽ വരുന്നത്, നമുക്കൊന്നും വയ്യാത്തൊരവസ്ഥ ആ ലെവലിലേക്ക് എത്തിപ്പോയി. അത്രയും കളിച്ച് നമ്മൾ അറുമാദിച്ചിരിക്കണം. പിന്നെ എന്താണ്, നമ്മളെ ഡാൻസ് ഒക്കെ അത് വല്ലാണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്താണ്. നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇതാക്കാത്തത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. പിന്നെ ഇവരെ ബാൻഡ് അടി, ഇത് എനിക്ക് വളരെയധികം ലൈക്കായ ഒരു കാര്യം. എന്താ പറയാ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ലെവലിൽ ഇവര് ചെയ്യുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആണ്. അതിൽ യാതൊരു സംശയമില്ല. ഇവരെ ഏൽപ്പിച്ച ആരായാലും ഇവരുടെ ഫ്രണ്ട്സ് ആണെന്ന് അറിയാം. പക്ഷെ ഈ ഗ്രൂപ്പിന്റെ നെയിം എന്താണെന്നറിയില്ല. ഞാൻ അത്രയധികം, അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം വരുന്നുണ്ട്, അതിലേക്ക് വേണ്ടി വരെ നമ്മൾ ആലോചിച്ചു പോയി, ഇങ്ങനെ ഒരാളെ നമുക്ക് സെറ്റാക്കിയാൽ എന്തെങ്കിലും ഒരു ടീമിനെ നമുക്ക് സെറ്റാക്കി എത്ര അടിപൊളിയാവുമെന്ന് എനിക്ക് അപ്പം തോന്നി. സോ പിന്നെ അതിനുശേഷം ഗ്രൂം ടു ബിയിലെ കേക്ക് മുറി പരിപാടിയിലേക്ക് നടന്നു. ആളുടെ ഉമ്മയും ഇപ്പോഴാണ് അവര് നല്ല ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ നമ്മൾ ഭയങ്കര ചില്ലാക്കി. ആ വീഡിയോന്റെ എഫക്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാരും ഓണാണ്, എല്ലാരും ഡാൻസ് ഒന്നും. ഈ നിന്നിട്ട് ഞാൻ തന്നെ കിടന്ന് തുള്ളായിരുന്നു, ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കിയിട്ട്. അങ്ങനെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കൊടുത്തു. അവരുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടു. എന്തായാലും വേറെ മൂഡ്. ഞാനിപ്പോ സംസാരിക്കും പോലും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നു. ഇവര് കേക്ക് മുറിച്ചു, നമ്മൾ കഴിച്ചു, എല്ലാരും കഴിച്ചു, നമ്മൾ അവിടെ ഉള്ള എല്ലാവർക്കും കൊടുത്തു. അത്യാവശ്യം നല്ല ജനമുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തില് ആ പരിപാടി അങ്ങോട്ട് കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് നമ്മളെ ഒരു പരിപാടിയില് എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. മറ്റേത് ആരെങ്കിലൊക്കെ ഉണ്ടാവില്ല, ആരെങ്കിലും ഗൾഫിലായിരിക്കും, ആരെങ്കിലും പഠിക്കാൻ പോയതായിരിക്കും, കുറെ ആൾക്കാർക്ക് കൂടാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പലതും കാണാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ, എല്ലാവരും ഒത്തുകൂടിക്കണം ഈ മാരേജിന്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു അടിപൊളി. എന്റെ ഉമ്മന്റെ സിസ്റ്റർ, പിന്നെ അതാ കസിൻസിന്റെ അനിയന് വന്നിരുന്നു. എല്ലാവരും ഒരു ബ്ലാക്ക് ടീമാണ്. ഷെർഹാൻ ഉണ്ട്, പിന്നെ ആളുടെ നമ്മളെല്ലാവരും ഡാൻസേഴ്സ് ആണ്. ഇവരൊക്കെ ഫുള്ള് ഡാൻസ് മോഡിലായിരുന്നു. ആർക്കും എന്താ പറയാ, എല്ലാരും കളിച്ച് അവശ്യമായിട്ട് പിന്നും കളിക്കാന്നുള്ളൊരു ടോണാണ് എല്ലാവരും. പിന്നെ ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. നൈറ്റ് അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഈ ഒരു ലൈറ്റ്നിങ്, ഒരു കല്യാണ ഫീൽ, അത് വേറെ തന്നെ അല്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് അത്രയും മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന ലെവലിൽ ഞാൻ വീഡിയോസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആണ് അത്. എനിക്ക് എന്തോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക്